ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷിൽ 4 തരം സെൻറ്റൻസുകളുണ്ട്. 4 തരം വാക്യങ്ങൾ ഏതൊക്കെയാണ്? ഡിക്ലറേറ്റീവ്, ഇൻറ്ററഗേറ്റീവ്, അത് ക്വസ്റ്റ്യൻസ്. അത് തന്നെ 2 തരത്തിലുണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, അതുപോലെ WH ക്വസ്റ്റ്യൻ. ഇമ്പരേറ്റീവ്സ്, എക്സ്ക്ലമേഷൻസ്. ഇത് 4 രീതിയിലാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്നത്. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകളെ മാറ്റുന്നത് നോക്കാം. അല്ലേ, അതാണ് ഏറ്റവും സിമ്പിൾ. അത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന പോലെ കോമ സെഡിന് ശേഷമുള്ള കോമ മാറ്റുക, ഇൻവെർട്ടഡ് കോമ മാറ്റുക, സെൻറ്റൻസ് ടെൻസ് മാറ്റുക, പേഴ്സൺ മാറ്റുക, അകലത്തെ അടുപ്പത്തെ കാണിക്കുന്ന വാക്കുകളെല്ലാം അകലത്തെ കാണിക്കുന്ന വാക്കുകളാക്കി എഴുതുക. അതായത് ചേഞ്ച് ഓഫ് വെർബ്സ്, ടെൻസ്, ചേഞ്ച് ഓഫ് പേഴ്സൺ, ചേഞ്ച് ഓഫ് അഡ്വേർബ്സ്. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്, എങ്ങനെയാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകളെ അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസുകളെ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്നു. എക്സാമ്പിൾ കാണുമ്പോൾ നമുക്കറിയാം, ഈ ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൽ 2 തരം റിപ്പോർട്ടിംഗ് വെർബ് വരും. ഒന്ന് സെഡ് സാധാരണയായിട്ട്, രണ്ടാമതാണ് ടോൾഡ്. ഈ ടോൾഡ് വരുമ്പം ഒരു ചെറിയ കുഞ്ഞു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ടോൾഡ് കഴിയുമ്പോൾ ഒരു ഓബ്ജക്റ്റ് വേണം അതിന്. അതെല്ലാം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഹിയർ ഇതുണ്ടോ, ഹി സെഡ് ഐ വിൽ സ്പീക്ക് ടു യു നൗ. ഹി സെഡ് ദാറ്റ് എന്നുള്ളതാണ് നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യുന്നത്. ഹി സെഡ് ദാറ്റ് he would speak to them then. ടെൻസ് മാറി, will would ആയി, now then ആയി. അതുപോലെ തന്നെ നമ്മൾ കണ്ടു ഇൻവെർട്ടഡ് കോമ പോയി, സെഡിന് ശേഷം ഇതിനെ റിപ്പോർട്ടിംഗ് വെർബ് എന്നാണ് പറയുന്നത്. ഓർക്കുന്നുണ്ടോ? ആദ്യം ഞാൻ പറയുന്നത് റിപ്പോർട്ടിംഗ് വെർബ്. റിപ്പോർട്ടിംഗ് വെർബിന് ശേഷമുള്ള കോമ പോയി, ഇൻവെർട്ടഡ് കോമാസ് പോയി, പിന്നെ ദാറ്റ് വന്നു. ഇതാണ് ഇതിനകത്ത് ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകളെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ് ചേർക്കണം. ബാക്കി ചേഞ്ച് ഓഫ് വെർബ് അത് കൊടുക്കും. അടുത്ത നോക്കി, ഷീ സെഡ് യു ടോക്ക് സെൻസ്. ഷീ സെഡ് ദാറ്റ് ഹി ടോക്ഡ് sense. Said that. മൂന്നാമത്തെ, the teacher said you are to make your presentations tomorrow. The teacher said that they were to make their presentations the next day. Tomorrow എന്നുള്ള നെക്സ്റ്റ് ഡേ ആയി. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പം ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ് ചേർക്കണം. ബാക്കിയുള്ളതെല്ലാം നമ്മൾ കണ്ടതാണ്. ചേഞ്ച് ഓഫ് ടെൻസ്, ചേഞ്ച് ഓഫ് പേഴ്സൺ, ചേഞ്ച് ഓഫ് അഡ്വേർബ്സ്. സോറി, the master told you are to get ready by now. റിപ്പോർട്ടിംഗ് വെർബ് മാറി, ടോൾഡ് എന്നായി. അപ്പോൾ എന്ത് വേണമെന്ന്, ഈ ടോൾഡിന് ശേഷം ഈ ടോൾഡ് ഇതുണ്ട്, സെഡിന് ശേഷം ദാറ്റ് അങ്ങനെ ചേർത്തു. പക്ഷേ ടോൾഡിന് ശേഷം ഒരു ഓബ്ജക്റ്റ് വേണം. ആരോട് പറഞ്ഞു എന്നുള്ളത് നമ്മൾ കാണിക്കണം. അതാണ് അതിൻ്റെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ദ മാസ്റ്റർ told them. ഉണ്ടോ? ഇവിടെ നോക്കിയേ, ഷീ സെഡ് ദാറ്റ് കണ്ടിന്യൂ ചെയ്യാണ്, തുടരുക. പക്ഷേ
ഇവിടെ ടോൾഡ് വന്നപ്പം ദ മാസ്റ്റർ ടോൾഡ് ദം. ആരോട് പറഞ്ഞെന്നുണ്ട്? ടോൾഡ് ദം. ഇതിന് പറയുന്നതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്നാണ്. അപ്പം റിപ്പോർട്ടിംഗ് വെർബ് ടോൾഡ് ആണെങ്കിൽ അതിനൊരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് വേണം. അതായത് ആരോട് പറഞ്ഞെന്ന് എഴുതണം. മനസ്സിലായി? അപ്പം അങ്ങനെ വരുമ്പം ദ മാസ്റ്റർ ടോൾഡ് ദം ദാറ്റ്. ഇവിടെ അതില്ല. ഷീ സെഡ് ദാറ്റ്. ഇവിടെ കണ്ടോ? ദ മാസ്റ്റർ ടോൾഡ് ദം ദാറ്റ് they were to get ready by then. ഇതാണ് വ്യത്യാസം. ഇനി അടുത്ത മദർ ടോൾഡ് ഇറ്റ് ഈസ് ബെറ്റർ ടു ഒബേ ദ എൽഡേഴ്സ്. മദർ ടോൾഡ് ദം ദാറ്റ് ഇറ്റ് വാസ് ബെറ്റർ ടു ഒബേ ദ എൽഡേഴ്സ്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പം രണ്ട് തരത്തിൽ റിപ്പോർട്ടിംഗ് വെർബ് വരാം. അങ്ങനെ വരുമ്പം സെഡ് ആണെങ്കിൽ ദാറ്റ് നമുക്ക് തുടരാം. അതേസമയം ടോൾഡ് ആണെങ്കിൽ അതിനൊരു ഓബ്ജക്റ്റ് വേണം. ഹി ടോൾഡ് ഹിം ദാറ്റ്, ഷീ ടോൾഡ് ഹെർ ദാറ്റ്, ദേ ടോൾഡ് ദം ദാറ്റ്. മനസ്സിലായോ? ഹി ടോൾഡ്. ഇനി വേറൊരു ഒരു സംഭവം കൂടെ ഉണ്ട്. അതായത് സെഡ് ടു എന്നാണെങ്കിൽ അങ്ങനെ അപ്പോഴും നമുക്കൊരു ഉദാഹരണം പറയാൻ നമ്മൾ ഹി സെഡ് ടു ദി ബോയ്സ് ഐ വിൽ സ്പീക്ക് ടു യു നൗ എന്നുള്ളത് ഹി സെഡ് ടു ദ ബോയ്സ് ദാറ്റ്. അത് അതിനകത്ത് തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് വലിയ കുഴപ്പം അതിനകത്ത് പ്രത്യേകതയായിട്ടൊന്നും പറയാനില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ആണെങ്കിൽ ദാറ്റ് ചേർത്തങ്ങത്തോട് തുടരാം. പക്ഷേ റിപ്പോർട്ടിംഗ് വെർബ് ടോൾഡ് ആണെങ്കിൽ അതിനൊരു ഡയറക്റ്റ് ഓബ്ജക്റ്റ് വേണം. അതാണ് ഷീ ടോൾഡ് ഹിം, ഷീ ടോൾഡ് ഹെർ ദാറ്റ്, ഷീ ടോൾഡ് ദം ദാറ്റ്, ഷീ ടോൾഡ് ദ ബോയ് ദാറ്റ്, ഷീ ടോൾഡ് ഹെർ ചിൽഡ്രൻ ദാറ്റ്. ഇങ്ങനെ വേണം. അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മൾ ചേർക്കണം. മനസ്സിലായി? അപ്പം റിപ്പോർട്ടിംഗ് വെർബിനെ നമ്മൾ ശ്രദ്ധിക്കണം. സെഡ് ആണെങ്കിൽ നോ പ്രോബ്ലം. അതേസമയം ടോൾഡ് ആണെങ്കിൽ നമ്മൾ തക്കതായ ഒരു കർമ്മം എന്താണ് നമ്മൾ കർമ്മം എന്ന് പറയില്ലേ, കർമ്മം എന്ന് പറയുന്നതാണ് നമ്മുടെ ഓബ്ജക്റ്റ്. ഒരു ഓബ്ജക്റ്റും കൂടെ വേണം, അല്ലെങ്കിൽ അതിന് എന്തോ ഒരു അപാകത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റിപ്പോർട്ടിംഗ് വെർബ് ടോൾഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ശേഷം ഒരു ഓബ്ജക്റ്റ് എഴുതണം, ഓബ്ജക്റ്റ് ഉപയോഗിക്കണം. എന്നിട്ട് ദാറ്റ് കൊണ്ട് ആ സെൻറ്റൻസ് തുടങ്ങാൻ പറ്റുകയുള്ളൂ. ക്ലിയറായി? സുഖമായി?